ഇതിനെ പലരും ചോദ്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് മാറാടിനെ കുറിച്ച് പറയുന്നു? അങ്ങനെയുള്ള വൈര്യങ്ങളൊക്കെ നമ്മൾ പുറത്തേക്ക് എടുക്കണോ എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ശരിയുമുണ്ട്, തെറ്റുമുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നമ്മൾ ഗുജറാത്ത് കലാപത്തെ കുറിച്ചൊക്കെ സ്ഥിരമായിട്ട് പറയുന്നുണ്ട്. പക്ഷെ മാറാട് എന്താണ് നടന്നത്? ആ നടന്നതിന്റെ പിറകിൽ ഏതൊക്കെ ശക്തികളാണ് പ്രവർത്തിച്ചത്? മാറാട് അന്വേഷണ കമ്മീഷൻ ഉണ്ടായിരുന്നു. ആ കമ്മീഷൻ ഇതിന്റെ പിറകിലുള്ള ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതൊന്നും അന്വേഷിക്കാൻ ഒരു സർക്കാരുകളും തയ്യാറായില്ല എന്നുള്ളതാണ് സത്യം. അപ്പൊ കേരളത്തിൽ കേരളം വർഗീയതയ്ക്കും ജാതീയതയ്ക്കും ഒക്കെ അതീതമായ ഒരു സംസ്ഥാനമാണ്, ഒരു പുരോഗമന സംസ്ഥാനമാണ് എന്നൊക്കെ പറയുന്നത് വെറും ഒരു ചീട്ടുകൊട്ടാരം മാത്രമാണ് എന്ന് നമുക്കറിയാം. അപ്പൊ കേരളത്തിൽ വർഗീയവാദികൾ അതിശക്തമായിട്ടുണ്ട്. അതുകൊണ്ടാണ് 2012 5-ാം മന്ത്രി വിവാദം കേരളത്തിൽ ഉണ്ടാകുന്നത്. അന്ന് 5-ാം മന്ത്രി വിവാദം ഉണ്ടായത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്താണ്. അതായത് മുസ്ലിം ലീഗിന് 4 മന്ത്രിമാർ പോരാ, 5 മന്ത്രിമാർ വേണം എന്ന് മുസ്ലിം ലീഗ് വിലപേശുകയാണ്. ആ വിലപേശലിന് മുമ്പിൽ ഉമ്മൻചാണ്ടി മുട്ടുമടക്കുന്നു.